അപ്പോൾ ഗൈസ് UCL ഫസ്റ്റ് ലെഗിൽ PSG ഡോട്ട്മുണ്ടും തമ്മിലുള്ള മത്സരത്തിൽ ഒരു ഗോളിന് PSG ഡോട്ട്മുണ്ട് തോൽപ്പിച്ചു. ശരിക്കും PSG ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശരിക്കും ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായി. ഇനി സെക്കൻഡ് ലെഗിൽ ശരിക്കും തീപ്പാറുന്ന പോരാട്ടം തന്നെ ആയിരിക്കും എന്നാണ് അവരുടെ കോച്ച് PSG കോച്ച് ലൂയിസ് എൻറിക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നലെ അൽ നാസറും അൽ ഖലീജും തമ്മിൽ നടന്ന കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് കപ്പിൽ അൽ നാസർ 3-1 അൽ ഖലീജിനെ തോൽപ്പിച്ചു. റൊണാൾഡോയുടെ 2 ഗോളുകൾ ഉണ്ടായിരുന്നു. മാനെ ഒരു പെനൽറ്റി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. റൊണാൾഡോയുടെ ഒരു നല്ലൊരു അൺഎക്സ്പെക്റ്റഡ് ഗോളും കൂടി ഉണ്ടായിരുന്നു. അത് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കപ്പിൽ അൽ ഹിലാലുമായിട്ടുള്ള ഒരു ഫൈനലാണ് ശരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ശരിക്കും അൽ ഹിലാലുമായിട്ടുള്ള കളി ശരിക്കും ഒരു തീപാറുന്ന കളി തന്നെയായിരിക്കും. എപ്പോഴും അൽ നാസറും അൽ ഹിലാലും ഫൈനൽ വരുമ്പോൾ അതൊരു തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഗോഡ്സില്ല -1 OTT റിലീസായിട്ടുണ്ട്. ജാപ്പനീസ് ആണ് ലാംഗ്വേജ് വരുന്നത്. ശരിക്കും ഒരു അടിപൊളി പടമാണ്, എല്ലാവരും കാണണം. ഗോഡ്സില്ല സീരീസിൽ ഇത്ര ബഡ്ജറ്റ് കുറച്ചിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളത് ശരിക്കും ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് VFXൽ ഓസ്കാർ ലെവൽ അവർ അടിച്ചെടുത്തതെന്ന് തന്നെ പറയാം. ശരിക്കും ഞെട്ടിക്കുന്ന VFX വർക്കുകളൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും മറ്റുള്ള പടങ്ങൾ ചെയ്ത് വെക്കുന്ന ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ചെറിയ ബഡ്ജറ്റിലും ഇങ്ങനത്തെ ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്ന തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ സിനിമകളും ഇതൊക്കെ കണ്ടുപഠിക്കുന്നതാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ഒന്ന് കാണാം. ഗോഡ്സില്ല -1 കീട്ടുപടമാണ്.